ഏഷ്യാകപ്പ് ഫൈനൽ കഴിഞ്ഞിട്ട് വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ചാമ്പ്യന്മാരായ ടീം ഇന്ത്യ കിരീടം വാങ്ങിയില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിൽ ടീം ഉറച്ചുനിന്നു. നഖ്വിക്കെതിരെ BCCI ICCക്ക് പരാതി നൽകുകയും ചെയ്തു. സംഭവബഹുലമായിരുന്നു ഈ ഏഷ്യാകപ്പിലെ ഓരോ ഇന്ത്യ-പാക് മത്സരങ്ങളും. ഹസ്തദാന വിവാദത്തിലെ ആദ്യ മത്സരത്തിൽ തുടങ്ങി പ്രകോപനപരമായ ആംഗ്യങ്ങളിലൂടെ പിഴശിക്ഷ വരെ എത്തിയ സൂപ്പർ 4 പോരാട്ടം. ഫൈനലിലെത്തിയപ്പോഴും മാറ്റമുണ്ടായില്ല. താരങ്ങൾ പരസ്പരം കൈകൊടുത്തില്ല. പതിവില്ലാതെ 2 കമന്റേറ്റർമാർ ടോസിനെത്തി. രവിശാസ്ത്രിയോട് സംസാരിക്കില്ലെന്ന് പാകിസ്ഥാൻ നിലപാടെടുത്തതോടെയാണ് വഖാർ യൂനിസിനെയും ഗ്രൗണ്ടിലേക്ക് വിളിക്കാൻ നിർബന്ധിതരായത്. കളി തുടങ്ങി. പതിവ് പോലെ ഇന്ത്യ തന്നെ ജയിച്ചു. ചാമ്പ്യന്മാർ പക്ഷേ അതിലും വലിയ നിലപാടിലായിരുന്നു. PCB ചെയർമാനും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റും അതിനേക്കാളേറെ പാക് ആഭ്യന്തരമന്ത്രി കൂടിയായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിൽ ടീം ഉറച്ചുനിന്നു. വേണമെങ്കിൽ എമിറേറ്റ്സ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സരൂനിയിൽ നിന്ന് ട്രോഫി വാങ്ങാമെന്ന് ഇന്ത്യ അറിയിച്ചു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഈ ആവശ്യം തള്ളി. വിട്ടുകൊടുത്തില്ല ഇന്ത്യ. കിരീടമില്ലാതെ വിജയാഘോഷം നടത്തി. അദൃശ്യ ട്രോഫിയുമായി സൂര്യകുമാർ യാദവ് ടീമിനടുത്തേക്ക് നടന്നു. അദൃശ്യ കിരീടം വെച്ച് ഇന്ത്യൻ ടീം നൃത്തം ചെയ്തു. സഹികെട്ട നഖ്വി ഒറിജിനൽ ട്രോഫിയുമായി കളം വിട്ടു. നഖ്വിയുടെ പെരുമാറ്റത്തിനെതിരെ BCCI ICCക്ക് പരാതി നൽകി. ഇതിനിടെ റണ്ണേഴ്സ് അപ്പിന് കൊടുത്ത ചെക്ക് വലിച്ചെറിഞ്ഞ പാക് ക്യാപ്റ്റൻ സൽമാൻ ആഗയെ വിമർശനങ്ങൾ കൊണ്ട് പൊതിയുകയാണ് സോഷ്യൽ മീഡിയ. തീർന്നില്ല. സഞ്ജുവിനെ പുറത്താക്കിയ അബ്രാറിന്റെ സെലിബ്രേഷൻ അതേ കണക്ക് തിരിച്ചു കൊടുത്തു അർഷ്ദീപും കൂട്ടരും. ഇപ്പോഴെങ്കിലും പാകിസ്ഥാൻ മനസ്സിലാക്കി കാണും ഇന്ത്യയെ വെറുതെ ചൊറിയാൻ നിൽക്കേണ്ടെന്ന്. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.